പ്രിയമുള്ളവരെ, വചനജ്വാല 1505 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 14 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ജപമാല മാസം 14 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കുട്ടികളുടെ ശിക്ഷണം. പുത്രനെ സ്നേഹിക്കുന്നവർ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നതിന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുൻപിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുൻപിൽ അവനെ അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെപ്പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു. മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല. ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മകനെ വഷളാക്കുന്നവനെ മുറിവ് വെച്ച് കെട്ടേണ്ടി വരും. അവന്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരുക്കാത്ത കുതിര ദുശ്ശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അവനോട് കൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോട് കൂടെ ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ച് പല്ല് ഞെരിക്കും. അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവന്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണയില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. മകന്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. ആരോഗ്യം. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ആരോഗ്യ ദൃഢഗാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ. ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തെക്കാളും ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിൽ ഉപരിയായ സന്തോഷമോ ഇല്ല. ദുരിതപൂർണമായ ജീവിതത്തെക്കാൾ മരണവും മാറാരോഗത്തെക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ്. വിശപ്പില്ലാത്തവന്റെ മുൻപിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയാണ്. വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നതിന് കൊണ്ട് എന്ത് പ്രയോജനം? ഭുജിക്കാനോ ഘ്രാണം ആസ്വദിക്കാനോ അതിന് കഴിവില്ല. കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ. അവൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു. കന്യകയെ ആലിംഗനം ചെയ്തിട്ട് വിലപിക്കുന്ന ഷണ്ടനെ പോലെ തന്നെ. സന്തോഷം. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവന് ജീവനും സന്തോഷം അവന്റെ ആയുസ്സും ആണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം
ആസ്വദിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ കലിസ്റ്റസു പ്രഥമൻ പാപ്പായെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ അടിമയായിരുന്നു കലിസ്റ്റിസ്. പണക്കാവലായിരുന്നു ജോലി. ഏൽപ്പിച്ച പണം എങ്ങനെയോ നഷ്ടപ്പെട്ടു. കലിസ്റ്റസു പലായനം ചെയ്തെങ്കിലും പിടിച്ച് ജയിലിലടച്ചു. കുറെ കഴിഞ്ഞ് ശ്മശാനത്തിന്റെ സൂപ്രണ്ടാക്കി. പിന്നീട് സെഫിറിനൂസ് പാപ്പ ഡീക്കൻ പട്ടം നൽകി ഉപദേഷ്ടാവാക്കി. മാർപ്പാപ്പയുടെ മരണശേഷം കലിസ്റ്റിസിനെ മാർപ്പാപ്പയാക്കി. അന്ന് എതിർപ്പാപ്പായായി ഹിപ്പോളിറ്റസ് സ്ഥാനമേറ്റു. ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. മതപീഡനത്തിന്റെ ഭാഗമായി 223 വിപ്ലവത്തിൽ കലിസ്റ്റിസ് മാർപ്പാപ്പ രക്തസാക്ഷിത്വ മകുടം ചൂടി. പ്രിയമുള്ളവരെ, രക്തസാക്ഷിയായ കലിസ്റ്റസു പ്രഥമൻ പാപ്പായെ അനുസ്മരിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.